ആഷിഖ് CPM പൊളിച്ചു പണിയാൻ പോകുന്നു എന്ന വാർത്തകളോടെയാണ് ദിവസത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. അത് ദിവസത്തിന്റെ തുടക്കമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതിനെ തുടർന്നുള്ള അഭ്യൂഹങ്ങളെല്ലാം പടരുന്നുണ്ടായിരുന്നു. അപ്പോൾ CPM പൊളിച്ചു പണിയുന്നു, പാർട്ടി സെക്രട്ടറിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും പോലും രാജിവെക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് കേൾക്കുന്നു. അപ്പോൾ പ്രതിപക്ഷ നേതാവായി മറ്റൊരാളും പാർട്ടി സെക്രട്ടറിയായി മറ്റൊരാളും വരാൻ പോവുകയാണ്. ഇതോടുകൂടി CPMന്റെ പതനത്തിന്റെ, പരാജയത്തിന്റെ അംഗീകാരം അവർ തന്നെ തുടങ്ങുകയാണ്. അതായത് ഇതിനു മുമ്പ് നടന്ന സംസ്ഥാന നേതൃയോഗങ്ങളിൽ വി ഗോവിന്ദൻ ഈ ഒരു പരാജയത്തെ വ്യക്തികളിലല്ല, അതൊരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് എന്നാണ് പറയുന്നത്. അതായത് വ്യക്തികളെ കേന്ദ്രീകരിച്ച് നടന്ന ആ ഒരു പരാജയത്തിന്റെ ആ ഒരു കപ്പ് അത് ആ ഒരു സി പി എമ്മിന്റെ മുഴുവൻ സംവിധാനത്തിലേക്കും അടിച്ചേൽപ്പിക്കുകയായിരുന്നു വി ഗോവിന്ദൻ. പക്ഷേ ഇത് കഴിഞ്ഞ ദിവസം ചേർന്ന പോളിറ്റ് ബ്യൂറോ കമ്മിറ്റി യോഗത്തിൽ ഈ ഒരു നിലപാടിനെ തള്ളിയാണ് ആ ഒരു റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കാരണം വി ഗോവിന്ദൻ്റെയും അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെയും ആ ഒരു പെരുമാറ്റങ്ങളോ അല്ലെങ്കിൽ അവരുടെ ശൈലികളും കൊണ്ടാണ് ജനം CPMൽ നിന്ന് അകലുന്നത് എന്ന ഒരു പൊതുവികാരം ഈ ഒരു പോളിറ്റ് ബ്യൂറോയിൽ അലയടിക്കുകയുണ്ടായി. അതെ, ഇപ്പോ എല്ലാ ബ്രാഞ്ച് തലത്തിലുള്ള ഡിവൈഎഫ്ഐയുടെ സംഘടന, മാതൃസംഘടനയിൽ നിന്ന് മാറി നിൽക്കുന്ന സ്വതന്ത്ര സംഘടന എന്ന് പറയുന്ന സംഘടനകൾ പോലും ഇതിനെ വിശേഷിപ്പിച്ചത് അങ്ങനെ തന്നെയാണ്. ഈ പറഞ്ഞ മുതിർന്ന നേതാക്കളിൽ ഉണ്ടായ പ്രശ്നങ്ങൾ തന്നെയാണ് താഴെത്തട്ടിലേക്ക് ഒരു വലിയ പരാജയത്തിലേക്ക് നയിച്ചത് എന്ന് പറയുന്നുണ്ട്. ആദ്യമായി പറയുന്നത് പിണറായി വിജയൻ നേരിട്ടല്ലെങ്കിലും അദ്ദേഹം ഒരു പരാജയമായിരുന്നു എന്ന് തന്നെയാണ് പാർട്ടി സമർത്ഥിക്കുന്നത്. ഇപ്പോ മുഖ്യമന്ത്രിയുടെ കാര്യം മാറ്റി നിർത്തട്ടെ, മന്ത്രിമാരുടെ കാര്യത്തിൽ മന്ത്രിമാരുടെ പ്രവർത്തന മികവ് മെച്ചപ്പെടുത്താൻ ഈ പറഞ്ഞ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മന്ത്രിമാരുടെ പ്രവർത്തനം മോശമായിരുന്നു എന്ന് അംഗീകരിക്കുന്ന പോലൊരു വിലയിരുത്തലാണ് പാർട്ടി തന്നെ നടത്തുന്നത്. അതുപോലുള്ള പല ആരോപണങ്ങളുടെ കാര്യങ്ങളായിക്കോട്ടെ, ഇപ്പോൾ എക്സാലോജി കേസുമായി ബന്ധപ്പെട്ട് അത് മുഖ്യമന്ത്രിയുടെ മകളാണെങ്കിൽ പോലും അതൊരു വ്യക്തി കേന്ദ്രീകൃതമായി പോകേണ്ടിയിരുന്ന ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് വീണ തൈക്കണ്ടിക്ക് ഈ പറഞ്ഞ പ്രിവിലേജുകൾ കിട്ടിയത്. അതോടൊപ്പം തന്നെ അവരെ ഈ പറഞ്ഞ വീണ തൈക്കണ്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പാർട്ടി ഒന്നടങ്കം ഒരു വ്യക്തിയുടെ അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന, അവരെ ഡിഫെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പാർട്ടിയെ നിർത്തിയത് പിണറായിയാണെന്ന് CPM മൊത്തത്തിൽ വിലയിരുത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായും സംഘടനാ തലത്തിൽ ഒരു അഴിച്ചുപണി വേണം. ഇപ്പോൾ ഇവർ തന്നെ നേതൃനിരയിൽ ഇരിക്കുകയാണെങ്കിൽ പാർട്ടി പ്രവർത്തകർക്ക് പോലും ഇതിൽ പ്രവർത്തിക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് വ്യക്തമായ ഒരു കാര്യമാണ്. നമ്മൾ ഈ റെയ്ഡിന്റെ സമയത്ത് കുറെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു എങ്കിൽ പോലും അവരുടെ ഉള്ളിൽ ചിന്തിക്കുന്നത് ഇത് ഞങ്ങൾക്ക് വേണ്ടി അല്ലല്ലോ. ഇപ്പോൾ പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രവർത്തകരുടെ നന്മയ്ക്ക് വേണ്ടി ₹1 കൊടുക്കുന്ന പരിപാടി ആയിരുന്നില്ല. അത് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരു പാർട്ടി ഒന്നടങ്കം അപഹാസ്യരാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ അന്ന് നീങ്ങിയിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഭരണപക്ഷത്തിന്റെ കാര്യം മാറട്ടെ. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷം ഭരിച്ചു, ആ ഒരു സാഹചര്യം 10 വർഷത്തെ കാര്യങ്ങൾ മാറ്റിയിരുത്തിയാൽ പോലും പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് പാർട്ടി ചോദിക്കാതെ ചോദിച്ചു പോവുകയാണ്. ഇപ്പോൾ നമ്മൾ തമാശക്കാണ് പറയുന്നത്, പിണറായി വിജയൻ എണീക്കുന്നു, കളിയാക്കൽ വായിക്കുന്നു, തിരിച്ചിരിക്കുന്നു, ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അദ്ദേഹം എന്ത് പറഞ്ഞാലും ബാലിശമായ കാര്യങ്ങളായും അല്ലെങ്കിൽ ഒരു പഠിച്ചുകൊണ്ടുള്ള ഒരു പ്രതിപക്ഷമാകുക, പഠിച്ചുകൊണ്ട് ഇതിനെ ഡിഫെൻഡ് ചെയ്യുക, ഇതിനെ എതിർക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്കല്ല പോകുന്നത്. ഒരു ടോപ്പിക് ഉണ്ടാവുന്നു, അതിനെ ബ്ലൈൻഡ് ആയിട്ട് ഒബ്ജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായും VD സതീശൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു സ്പേസും കൂടെ ഉണ്ടാക്കി കൊടുക്കുന്നു. അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മദ്യനയത്തിന്റെ കാര്യമാണെങ്കിലും ഇതിനെ എതിർക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിന് കാതലായൊരു ഒരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടുള്ള ഒരു കാര്യം അവർ പറയുന്നില്ല. പഠിച്ചുകൊണ്ട് കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നില്ല. പക്ഷെ അപ്പുറത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഭരണപക്ഷത്തിരിക്കുന്ന MLA മാര്, മന്ത്രിമാര്, അതുപോലെ തന്നെ മുഖ്യമന്ത്രി, ഇവരെല്ലാം കൃത്യമായ പഠനത്തിന് ശേഷമാണ് പല നയങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത്, പല ആശയങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇതിനെ ടാലി ചെയ്ത് നിർത്താനുള്ള ഒരു കേപ്പബിലിറ്റി ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻ എഫക്റ്റ് പ്രതിപക്ഷ നേതാവിനെ മാറ്റുകയാണ്. പ്രതിപക്ഷ നേതാവായി KN ബാലഗോപാൽ വരാനാണ് സാധ്യത എന്ന് പറയുന്നു. അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയായി പി രാജീവിനെ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. പി രാജീവ് തോറ്റതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ പാർട്ടി സെക്രട്ടറിയായും, ജയിച്ചിരുന്നെങ്കിൽ പ്രതിപക്ഷ നേതാവായും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതെ, അതായത് ഇപ്പോൾ അല്ലെങ്കിൽ നിയമസഭയിൽ നോക്കുകയാണെങ്കിൽ പ്രതിപക്ഷം ഒരു നനഞ്ഞ പടക്കം അല്ലെങ്കിൽ നനഞ്ഞ കോഴി എന്നാണ് G സുധാകരൻ പിണറായി വിജയനെ സൂചിപ്പിച്ചത്. പക്ഷേ ഈ ഒരു
നിയമസഭ കൂടിയതിന്റെ ആദ്യത്തെ ഒരു സമ്മേളനം അല്ലെങ്കിൽ പ്രതിപക്ഷം ആദ്യം ഉന്നയിച്ചത് ഈ ഒരു വില വർധനവിനെ കുറിച്ചായിരുന്നു. ആ വില വർധനവിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ നൽകുകയുണ്ടായി. അപ്പോൾ അതോടെ അത് ചീറ്റിപ്പോയി. കൂടാതെ അതിനെ തുടർന്ന് വന്ന ഇപ്പോൾ പി.എം. ശ്രീയിലാവട്ടെ അല്ലെങ്കിൽ മദ്യനയത്തിലാവട്ടെ, ഇതെല്ലാം ഈ കഴിഞ്ഞ LDF സർക്കാർ തുടക്കമിട്ട് ആ ഒരു വലിയ വിവാദത്തിലേക്ക് വഴിവെച്ചതാണ്. അപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ വെച്ച വെടിയെല്ലാം തിരിച്ച് അവർക്ക് തന്നെ തിരിച്ചു കൊള്ളുന്ന ഒരു അവസ്ഥയാണ്. ഈ ഒരു അതായത് ഇവർ ഉയർത്തുന്ന എല്ലാ വിവാദങ്ങൾക്കും തിരിച്ച് മറുപടി അതേ നാണയത്തിൽ തന്നെ തിരിച്ചു കൊടുക്കുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അത് പ്രതിപക്ഷത്തായിരുന്ന സമയത്തും ഇവരുടെ വീഴ്ചകളെല്ലാം ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാണിച്ചതും വി.ഡി. സതീശൻ തന്നെയാണ്. അതെ, ഇപ്പോ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ മദ്യനയത്തിന്റെ കാര്യമായിക്കോട്ടെ, PM ശ്രീ വിഷയത്തിലായിക്കോട്ടെ, അങ്ങനെ പല കാര്യങ്ങളിലും കൃത്യമായി അറ്റാക്ക് ചെയ്യാനുള്ള ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ലൂപ്പ് ഹോൾസ് കണ്ടുപിടിക്കാതെ അതിനെ കൃത്യമായി പഠിച്ച് എവിടെയാണ് സർക്കാരിന് പാളിച്ച സംഭവിക്കാൻ സാധ്യതയുള്ളത്, ഇപ്പോഴത്തെ കാര്യമല്ല, ഇൻ നിയർ ഫ്യൂച്ചർ അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതിനെ പറ്റി പഠനം നടത്താതെ ബ്ലൈൻഡ് ആയിട്ട് കാട് കയറി വെടിവെക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു രീതി ആയതുകൊണ്ടാണ് പലപ്പോഴും അത് ഇല്ലാതെ പോകുന്നത്. ഒരു കുമിള പോലെ പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള ഒരു ഈ പറഞ്ഞ പ്രതിഷേധമാണ് അവർ തീർക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ പൊളിച്ചെടുക്കി കയ്യിൽ കൊടുക്കും. അപ്പോൾ ഇത്തരത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ സർക്കാർ തലത്തിൽ പ്രതിപക്ഷമായിരിക്കുക എന്നുള്ളതിനേക്കാൾ പാർട്ടിയെ എങ്ങനെയെങ്കിലും നന്നാക്കി എടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ തീരുമാനങ്ങൾ ഉണ്ടായതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് ഇപ്പോൾ പ്രതിപക്ഷം തോൽവി സംഭവിച്ചു, 35 സീറ്റിൽ ഒതുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഇനി അടുത്തൊരു തവണയെങ്കിലും ഇത്തരം നാണം കെട്ട തോൽവിയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ പാർട്ടിയുടെ അടിത്തറ ശക്തമാകണം. ഇപ്പോൾ ഈ നേതാക്കളുടെ കാര്യം മാത്രമല്ല, ഇപ്പോൾ ബ്രാഞ്ച് ലെവലിൽ പോലും കൃത്യമായിട്ടുള്ള പ്രവർത്തനം പല മണ്ഡലങ്ങളിലും നടന്നിട്ടില്ല എന്ന് വിലയിരുത്തൽ യോഗങ്ങൾ തന്നെ, അവർ തന്നെ കൂടിയ വിലയിരുത്തൽ യോഗങ്ങളിൽ പറയുന്നുണ്ട്. ഇത് മാധ്യമപ്രവർത്തകരോ കോൺഗ്രസ്സുകാരോ കയറിയിരുന്ന് പറയുന്ന കാര്യങ്ങളല്ല, അവർ തന്നെ വിലയിരുത്തുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ പറഞ്ഞ താഴെ തട്ടിൽ നിന്നുള്ള ഒരു അഴിച്ചുപണി നടന്നാൽ മാത്രമേ CPM അതൊരു പാർട്ടി ഇനി നിലനിന്ന് പോകുള്ളൂ എന്നുള്ള കാര്യം സത്യമാണ്. അത് മാത്രമല്ല, ഇവർ അധികാരത്തിൽ ഉണ്ടായിരുന്ന സമയത്തിലാവട്ടെ അല്ലെങ്കിൽ പാർട്ടി തലത്തിലാവട്ടെ അല്ലെങ്കിൽ പ്രതിപക്ഷ ഒരു അവസ്ഥയിലായിരിക്കട്ടെ, ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഏകോപനമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ന്യൂനത. അതായത് താഴെ ഘടകങ്ങൾ അല്ലെ ഇപ്പോൾ പറഞ്ഞ പോലെ ബ്രാഞ്ച് ഘടകങ്ങളിൽ നിന്നുള്ള ആ ഒരു നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ ഈ ഒരു ജില്ലാ ഘടകങ്ങളിൽ നിന്നും ഈ ഒരു സംസ്ഥാന തലത്തിലേക്ക് പോകുന്നില്ല. ഇനി അഥവാ പോയാൽ തന്നെ അത് സെൻസർ ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആവശ്യമുള്ള മാത്രമുള്ള കാര്യങ്ങൾ അവരിലേക്ക് എടുത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ തിരസ്കരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് എന്താണ് ജനങ്ങളുടെ മനസ്സിലുള്ളത് എന്ന് സംസ്ഥാന നേതൃത്വത്തിന് മനസ്സിലാകാത്തതും, അല്ലെങ്കിൽ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഈ ഒരു മന്ത്രിമാരുടെ കേപ്പബിലിറ്റി ഇല്ലായ്മ അല്ലെങ്കിൽ കഴിവില്ലായ്മ അത് അനലൈസ് ചെയ്ത് അവരെ എങ്ങനെ ക്രിയാത്മകമായി മുന്നോട്ട് നയിക്കാൻ എങ്ങനെ സാധിക്കും, അങ്ങനെ കഴിയാതെ പോയത് ഈ ഒരു ഏകോപനം ഇല്ലായ്മ കൊണ്ടാണ്. അതുപോലെ ഈ LDF മുന്നണിയിലുള്ള പാർട്ടി അല്ലെങ്കിൽ CPI എന്ന ഒരു പാർട്ടി വ്യക്തമായി കേൾക്കാതെ അവരെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടുള്ള ഈ ഒരു LDF മുന്നണിയിലെ ഒരു വല്യേട്ടൻ കളി, ആ ഒരു വല്യേട്ടൻ കളിയാണ് കേരളത്തിൽ CPM നേതൃത്വത്തിന് ഏറ്റവും വലിയ വീഴ്ച വരാൻ തന്നെ സാധ്യത. അതെ, ഇപ്പോൾ CPMന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി അവർ കണ്ടിരുന്നത് ജനങ്ങളുടെ ഇടയിലാണ്, ജനങ്ങൾ പറയുന്നതിന്റെ പൾസ് നമുക്ക് അറിയാൻ സാധിക്കും എന്ന് പറഞ്ഞൊരു ലെവലാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ പല മണ്ഡലങ്ങളും വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഈ വിജയത്തിനേക്കാൾ അപ്പുറത്തേക്ക് ഇത്ര ഭൂരിപക്ഷത്തിലാണ് വിജയിക്കുക എന്ന് ഒരു പ്രിസൈസ് ആയിട്ട് പറയാനുള്ളൊരു പോയിന്റ് ഉണ്ടായിരുന്നു. ഇത് ജനങ്ങളിലേക്ക് ഇറങ്ങിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അതിന്റെ ഒരു അതിന്റെ ഒരു റിസൾട്ടാണ് ഈ പറഞ്ഞ റീഡിങ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഇടതുപക്ഷ CPMന്റെ കാര്യം പറയുകയാണെങ്കിൽ പണ്ടവർ ചെയ്തിരുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ പോലും അവർക്കത് പറ്റുന്നില്ല. എന്തുകൊണ്ട് അവർക്ക് ഓരോ മണ്ഡലത്തിലും ഇന്ന വീഴ്ചകളാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥിക്ക് ഇന്ന പോരായ്മകൾ ഉണ്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഈ പറഞ്ഞ സംഘടനാ തലത്തിലെ ബ്രാഞ്ച് തലത്തിലെ ഓരോ താഴെ തട്ടിലുള്ള പ്രവർത്തകരുടെ കൂടെ പ്രശ്നമാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ MV ഗോവിന്ദനെയും പിണറായി വിജയനെയും മാത്രം മാറ്റി നിർത്തിയിട്ട് കാര്യമില്ല. പക്ഷെ ഒബ്വിയസ്ലി അതൊരു വലിയ ഫാക്ടറാണ്. അതോടുകൂടി പാർട്ടിയിൽ ഒരു മാറ്റം വരുമെന്ന് പ്രവർത്തകർക്കൊരു തോന്നലുണ്ടാകാം. അപ്പോൾ തന്നെ വലിയൊരു മാറ്റം സംഭവിക്കുമെന്നാണ് വിലയിരുത്താൻ സാധിക്കുന്നത്.